ഞാനവിടെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ആദ്യ കാലങ്ങളിൽ കുറേ ആ സമയത്ത് കുറേ പ്രോഗ്രാംസ് ഒന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ കൊച്ചിയിലൊരു അഡ്വർടൈസിംഗ് കമ്പനിയുണ്ട്. ഞാൻ ആർട്ട് ഫിലിം മേക്കറാണ്, ബേസിക്കലി ആർട്ട് ഫിലിം മേക്കർ. അങ്ങനെ ഒരു കാര്യങ്ങൾ സൈഡിലൂടെ പോകുന്നു. അതിൻ്റെ ഒപ്പം 2016 ഞാൻ എൻ്റെ ആദ്യത്തെ ഉള്ള ആളുകൾ അതുകൊണ്ടല്ലോ നമ്മളെല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണല്ലോ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്? നമ്മൾ അവരെ കാണിക്കാൻ ഞാനിത് എവിടെയൊക്കെ എത്തിക്കണം. ഇനി അതല്ല വേറെ വല്ല രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉള്ളതാണോ എൻ്റെ സബ്ജക്റ്റ്, അതാണെങ്കിൽ ഞാൻ ഏതൊക്കെ എൻട്രികൾ ഇത് ഇതേപോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആ സംഭവം വേണ്ട, അത് മാറ്റാം. അത് നമ്മുടെ കാരണം നമ്മുടെ മുന്നിൽ വളരെ സഡനായിട്ട് പെട്ടെന്ന് വന്ന് നിൽക്കുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും. ആ സീനിയർ ആർട്ടിസ്റ്റിന്റെ മുന്നിൽ നമ്മൾ പതറിപ്പോരും. എന്ത് തരത്തിലുള്ള ഒരു കട്ടാണ് അല്ലെ, എന്താണ് അതിൻ്റെ ഒരു മോഡ്, ഒരു മെത്തേഡ് ഇത് അപ്പോൾ സൂരജ് സാർ നല്ലൊരു ഇൻട്രോ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു, ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു, അസിസ്റ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന ഗുണവും ദോഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിതിൻ്റെ ലിറ്ററൽ നമുക്ക് ചെയ്യാൻ കെലിമ എന്നുള്ള വാക്കിൽ നിന്നാണ് കെലിമ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ എല്ലാ വിധത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പേസും ടൈമും. അപ്പം ഇനി എന്തൊക്കെ ഉണ്ടാവും? സീൻസ് വലിയ ചേട്ടന്മാർ അവിടെ പോകരുത്. നമ്മൾ ഒറ്റ പ്രോപ്പർട്ടീസ് പ്രോപ്സ് ഉണ്ട്. നിങ്ങൾ ഇതെടുത്ത മഹേഷിൻ്റെ പ്രത്യേകം കൊടുത്താൽ മതി, പ്രോപ്പർട്ടി കിട്ടി മനസ്സിൽ വരും. നമ്മളിപ്പോൾ ഒരു പണ്ടത്തെ സ്റ്റേജിൽ സ്റ്റുഡിയോയിൽ പോകണേ